സമസ്തയും CPM-ഉം ഭായ് ഭായ് മച്ചാൻ മച്ചാൻ എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആരോപണം. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സമസ്തയ്ക്കുള്ളിലെ CPM അനുഭാവികളാണ്, ഉമർ ഫൈസി മുഖമൊക്കെ എന്താണ് CPM-ന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായിരുന്നു കോൺഗ്രസും ലീഗുകാരും ഒക്കെ എന്താണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാ സമസ്ത പറയുന്നു സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ്. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 30 വരെ, ഓഗസ്റ്റ് 5-9 തുടങ്ങും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനം വലിയ മഹാറാലി ഇവിടെ വരും, ഇവിടെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ആ തരത്തിലേക്ക് സമസ്തയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ. സമസ്തയെ അടിമുടി വിറപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ എന്ത് നടപ്പിലാക്കിയത്? സ്കൂൾ സമയത്തിലെ മാറ്റം. അത് നിർദ്ദേശിച്ചത് ശരിക്കു പറഞ്ഞാൽ ഹൈക്കോടതിയാണ്. ഹൈസ്കൂളുകളിൽ 222 പ്രവൃത്തി ദിവസവും UP സ്കൂളുകളിൽ അതിനനുബന്ധമായുള്ള പ്രവൃത്തി ദിവസവും വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശം സഫലമാകണമെങ്കിൽ നമുക്കറിയാം, സ്കൂൾ തുറന്ന് 3 ആഴ്ച ആകുന്നതിന് മുമ്പ് ഒരു 5 വിദ്യാഭ്യാസ ബന്ദ് വന്നു, പിന്നെ പൊതു പണിമുടക്ക് വന്നു. അതുപോലെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്കൂളിലെ അധ്യയനം എന്ന് പറയുന്ന സാധനം തൃശങ്കുവിലാണ്. കൃത്യമായി ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ ഇത്രയും ക്ലാസുകൾ പിള്ളേർക്ക് നൽകാൻ കഴിയാതെ വരും. മധ്യവേനൽ അവധിക്ക് മുമ്പ് അല്ലെങ്കിൽ പോർഷൻ പഠിപ്പിച്ച് തീർക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അതുകൊണ്ടാണ് ഹൈസ്കൂളിന്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിനൊക്കെ 15 മുതൽ 20 മിനിറ്റ് വരെയും 25 മിനിറ്റ് വരെയൊക്കെ ക്ലാസിന്റെ ദൈർഘ്യം കൂട്ടിയത്. 3/4 മണിക്കൂറോളം കൂട്ടി, ഒരു പീരീഡ് കൂട്ടി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷെ അത്രയൊന്നും നേരം ക്ലാസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ എടുത്തു തുടങ്ങിയിട്ടില്ല എന്നതാണ് വേറൊരു യാഥാർത്ഥ്യവും. കാരണം അത് കൃത്യമായ ധാരണയിലെത്തിയിട്ടില്ല. കുട്ടികൾ ആ സമയത്ത് പഠിക്കാൻ തയ്യാറായിരിക്കുന്നതിൽ അധ്യാപകർക്കുള്ള പ്രയാസങ്ങൾ ഇതൊന്നും പരിഹരിക്കാതെയാണ് ഇങ്ങനൊരു സമയം ക്രമീകരിച്ചത്. ആ സമയക്രമം അനുസരിച്ച് ക്ലാസ്സുകൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിൽ തുടങ്ങി, ചിലയിടങ്ങളിൽ അങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ല. ഇതിനെ സമസ്ത വലിയ വായിലാണ് എതിർക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് സർക്കാർ നടപ്പിലാക്കിയത്? സ്കൂളിൽ കുട്ടികളുടെ അധ്യയനം, കുട്ടികളുടെ പഠനം, പാഠഭാഗം ഇതൊക്കെ കൃത്യമായി നടക്കണം. ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ കൃത്യമായി കുട്ടികൾക്ക് അധ്യയനം 222 ദിവസങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണം. ആ ലക്ഷ്യം നടപ്പിലാക്കാനാണ് സർക്കാർ ഇങ്ങനെ സമയം പുനഃക്രമീകരിച്ചത്. ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വഴിയില്ല. കാരണം വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം കൂടുതൽ പിള്ളേർ ക്ലാസ്സിൽ ഇരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ഒരു 10-15 മിനിറ്റ് മുന്നേ വരണം, അല്ലെങ്കിൽ അത് മുന്നേ ക്ലാസ് തുടങ്ങും. ആ തരത്തിലാണ് മുമ്പും പല സ്കൂളുകളിലും ഇത് സർക്കാർ തലത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് മുന്നേ തന്നെ ചില സ്കൂളുകളൊക്കെ ഇങ്ങനെ സമയക്രമമൊക്കെ നടപ്പിലാക്കി പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് സമസ്ത പറയുന്നത് മദ്രസ പഠനത്തെ, അതായത് കുട്ടികളുടെ ഇസ്ലാം മത വിശ്വാസികളായ കുട്ടികളുടെ മതപഠനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. നമുക്കറിയാം, കുട്ടികൾ രാവിലെ മദ്രസയിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്രസയിൽ പോകുന്ന കൂട്ടുകാരുടെ രക്ഷിതാക്കളൊക്കെ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുമുണ്ടാകാം. മദ്രസയിൽ പോകണ്ട എന്ന് ആരും പറയുന്നില്ല. പക്ഷേ മദ്രസയിലെ സമയം രാവിലെ 8 മണിക്കൊക്കെ കുട്ടികൾ തിരികെ പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സ്കൂളിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ സ്കൂളിലെ ക്ലാസ്സുകൾക്കല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് രക്ഷിതാക്കൾ, മദ്രസ ക്ലാസ്സിൽ പോകുന്ന മക്കളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ആലോചിക്കുന്നതെന്നായിരിക്കും. അല്ലാതെ ഈ രാഷ്ട്രീയ വൈരാഗ്യമോ രാഷ്ട്രീയ പടപ്പുറപ്പാടിന്റെ ഭാഗമായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ സമസ്തയൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ എവിടെ ചെന്ന് നിൽക്കും കാര്യങ്ങൾ എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രി കറക്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അച്ചട്ടാണ്, പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സമുദായ സംഘടനയും വിദ്യാഭ്യാസ മേഖലയിൽ കയറി ഇടപെടേണ്ടതില്ല. അതിന് തീരുമാനിക്കാൻ ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോയി പരാതി ബോധിപ്പിക്കുക. ഹൈക്കോടതിയിൽ പോയി പരാതി ബോധിപ്പിച്ചതിന് ശേഷം ആ ഹൈക്കോടതി പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മറുപടി കൊടുത്തത്. എന്നാൽ സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നത് ഇത് മനഃപൂർവ്വം വിദ്യാർത്ഥികളുടെ, അതായത് മുസ്ലിം സമുദായ അംഗങ്ങളായ കുട്ടികളുടെ മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ UP സെഷനൊന്നും ഇങ്ങനെ പുതിയ സമയക്രമത്തിൽ വരുന്നതല്ല, 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ എന്ന് സർക്കാർ പറഞ്ഞപ്പോഴും 10ാം ക്ലാസ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന സ്കൂളിലെ UP സ്കൂൾ ഉണ്ടല്ലോ, അവിടെ അതിന് പ്രശ്നമായി വരും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിപ്പൊക്കി സമരം ചെയ്തേ പറ്റൂ എന്നാണ് സമസ്തയുടെ വാദം. ഈ സമസ്തയുടെ വാദത്തെ കേരള പൊതുസമൂഹവും ആരും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ സമയമാറ്റത്തിൽ എന്തെങ്കിലും കാര്യം നടപ്പിലാവുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സൂംബ ഡാൻസ് കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ വിവാദം കത്തിച്ചു. എന്തായി? ഒന്നുമില്ല, വെറും അതൊരു വ്യായാമം മാത്രമാണ്, മാനസിക ഉല്ലാസത്തിനുള്ളൊരു മാർഗം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എല്ലാവരും പത്തി മടക്കി വീട്ടിലിരിപ്പായി. അതുപോലെ തന്നെയാണ് സമസ്തയുടെ ഇമാതിരിയുള്ള മതപഠനത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ കുട്ടികളുടെ
സ്കൂൾ പഠന സമയം കുറയ്ക്കണം എന്ന് സർക്കാരിനോടുള്ള ആവശ്യം നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരം എന്ന് പറയുന്ന ഈ വെല്ലുവിളി ഉണ്ടല്ലോ, അതും കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും വലിയ കാര്യമായൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ UDF സർക്കാർ വന്നാൽ അതൊക്കെ ഒരുപക്ഷെ നടപ്പിലായേക്കും. ഇടത് സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല. കോടതി പറഞ്ഞാൽ മാത്രമേ അതിൽ എന്തെങ്കിലും വഴി ഉണ്ടാവുകയുള്ളൂ.